അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങളൊരു വീട്ടിലൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഞാൻ ഒരു 12 മണി 1 മണിയൊക്കെ ആവുന്ന നേരത്തെ ഞാൻ അമ്മൂനെ നേരെ ഓളെ ഷോപ്പിൽ പോയിട്ട് എടുത്ത് നേരെ അവിടുന്ന് നേരെ താന്നൂർ ഹാർബറിലേക്കായിട്ട് പോയത്. ഫിഷിംഗ് ഹാർബറില്ലേ നമ്മളെ മീനൊക്കെ കിട്ടുന്നത്, അങ്ങനെ മത്സ്യബന്ധന തുറമുഖം തന്നെ അതിലേക്കായിട്ട് പോയത്. പിന്നെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ആ ഒരു സമയം, ഈ ഒരു തിരക്ക് പിടിച്ച സമയമാണ് 1 മണി എന്നൊക്കെ തന്നെ എല്ലാ ബോട്ടും പോയി വരുന്ന മീനൊക്കെ എല്ലായിടത്തും എത്തുന്ന സമയമായിട്ടത്. അത് ഞങ്ങളവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഹാർബറിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെമ്മീൻ കേട്ടോ. അത് ഞങ്ങൾ വാങ്ങി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കൂടുതലായിട്ട് അവിടെ നിന്നില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചെമ്മീൻ വാങ്ങി, നല്ല ചെമ്മീൻ, നല്ല സൂപ്പർ ചെമ്മീൻ കിട്ടിയിട്ടാണ്. കാരണം മറ്റുള്ളടത്തൊക്കെ ആകുമ്പോൾ ഈ അഴുകിയ ടൈപ്പ് ചെമ്മീനാവും കിട്ടി, നന്നാക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ചെമ്മീൻ എന്താ വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് നല്ല എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി, കുറച്ച് ചെറുതാണെങ്കിലും ശരി വലിയതല്ലെങ്കിലും ശരി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെമ്മീൻ അവിടെ നിന്ന് കിട്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് വലിയ ചെമ്മീനും ഉണ്ട് കേട്ടോ, നല്ല വലിയ ചെമ്മീനുണ്ട്. അതൊരു 10 രൂപ 10 കിട്ടണമെങ്കിൽ 1 കിലോന് 10 രൂപ കിട്ടും, 1 കിലോനൊക്കെ ആവണം, അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഞാനത് വാങ്ങിയില്ല, അത് നമ്മളെ ഉപയോഗത്തിന് പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റുന്നല്ലാതെ ഇത് പറ്റില്ല. ഇത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിലിടയ്ക്ക് നമ്മുടെ ഇതുണ്ട് ചെമ്മീനൊക്കെ സെറ്റ് ചെയ്ത് ഞാനായിട്ട് നന്നാക്കിയത്. ഞാൻ 80% ഞാൻ നന്നാക്കി, പിന്നെ 20% അനിയൻ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോഴേക്കും ഇതായിട്ട് അത് ഒരായപ്പോഴും കയ്യുമ്മിനും മുള്ളൊക്കെ കുത്തി നല്ലതായിട്ടാണ്. ഇതിന് നല്ല മുള്ള കൂടുതലായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ തല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ വറക്കാച്ചിട്ട് ഒരു തലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മൂത പായസമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പായസം കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ മസാല ഏതാണ്ടൊക്കെ റെഡി ആയി. നമ്മൾ നോർമൽ കൂട്ടൻ കേട്ടോ, സാധാ ബിരിയാണിക്കുള്ള കൂട്ടും കാര്യങ്ങളും. ഇന്ന് പിന്നെ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സാധാരണ എല്ലാവരും ചെമ്മീൻ പൊരിച്ചിട്ടൊക്കെയാണ് ബിരിയാണി വയ്ക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പൊരിക്കാതെ നോർമലായിട്ട് തന്നെ കേട്ടോ ബിരിയാണി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. എന്തായാലും ഇപ്പം പൊരിച്ച് ബിരിയാണി വയ്ക്കുമ്പോൾ അതിൻ്റെ ആ മസാലയൊക്കെ ആ എണ്ണയിൽ അതിൻ്റെ ഇത് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ അതിൽ പോട്ടാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നേരെ പൊരിക്കാതാകുമ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ നീരും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടാകുമ്പോൾ മസാലയിലുണ്ടാകുമ്പോൾ ബിരിയാണിയിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ അമ്പതപ്പൊടി ഐറ്റംസൊക്കെ ഇടണം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, അങ്ങനത്തെ എല്ലാ ഐറ്റംസും പൊടികളൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ബിരിയാണി മാതിരി തന്നെ കേട്ടോ വെക്കേണ്ടതല്ല. സ്പെഷ്യലായിട്ട് ചെമ്മീൻ ബിരിയാണി ഇച്ചിരി സ്പെഷ്യലൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട്, ചെമ്മീൻ ഇപ്പോൾ ഏതാണ്ട് ഒരു കിലോൻ്റെ മേലുണ്ട് കേട്ടോ. 1 കിലോന് മേലെ നന്നാക്കി വന്നപ്പോൾ 1 കിലോൻ്റെ മേലുണ്ട്. 2 കിലോ വാങ്ങിയതായിരുന്നു, മറ്റേത് താന്നിരുന്നു ഹാർബറിൽ നിന്ന് വാങ്ങിയത് 2 കിലോനായിരുന്നു. അപ്പോൾ ഇത് നന്നാക്കി വന്നപ്പോൾ തന്നെ 1 കിലോൻ്റെ ലെവലുള്ളുണ്ട്. പിന്നെ തല റോസ്റ്റ് ചെയ്യാനുള്ള തലയും കിട്ടിയിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ റോസ്റ്റ് ചെയ്യണ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ ഇങ്ങോട്ട് തിരിഞ്ഞ ഗ്യാപ്പിൽ തന്നെ അമ്മ അരി ഇട്ടു കേട്ടോ. ഞാൻ വന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഫോൺ വന്നേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോഴേക്കും അവൾ അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടോ. പിന്നെ മസാല ഏതാണ്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീൻ കാണാനൊക്കെ ഉണ്ട് കേട്ടോ, കാണായി ഒന്നുമില്ല. ചെമ്മീൻ കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ്. പറ്റ ചെറുതോ മറ്റേ ചെള്ളൊന്നുമല്ല കേട്ടോ. അങ്ങനെ അതിലിടയ്ക്ക് ഞാനത് ചെപ്പും പൊതിനും മിക്സായിട്ട് അരിഞ്ഞു വെച്ച്. അപ്പോൾ ചോറ് ഏതാണ്ടൊക്കെ വെട്ടിത്തിളച്ച് റെഡിയായി വന്നിട്ടാണ്. ഒരു 80% വേവിലെടുത്തിട്ട് ബാക്കി ദമ്മിൽ വേവും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ പായസം ആ ഗ്യാപ്പിൽ റെഡി ആയിട്ടാണ്, ഫുള്ള് സെറ്റായിട്ടാണ് പായസം റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനെന്ത് ചെയ്തു, അതിലിടയ്ക്ക് നമ്മുടെ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 6 kg വെച്ചിട്ടു. 6 kg വയ്ക്കില്ല, 6 kg ഇട്ടു എന്ന് പറയാം. 6 kg എത്ര നോക്കിയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അവസാനമൊക്കെ കൂടി ചാടിയാവുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ കട്ടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ചാടൂല കേട്ടോ ആ സാധനം. അപ്പോൾ സംഗതി ചെറിയ പാത്രമുള്ളൂ, അതിനകത്തൊന്നുമില്ല. നമുക്ക് അണ്ടിമുന്തിരിയും വറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി പായസത്തേക്ക് അണ്ടിമുന്തിരിയും വേണം, ബിരിയാണിക്ക് അണ്ടിമുന്തിരിയും വേണം കേട്ടോ. അങ്ങനെ മൊത്തത്തിലിട്ടു. എന്നിട്ട് അത് നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ അണ്ടിമുന്തിരിയും പൊതുവെ എവിടെ കൊടുന്നാലും ഏത് പരിപാടി കൊടുന്നാലും നമുക്ക് ഭക്ഷണം നമ്മളെ കഴിച്ചിട്ട് പക്ഷേ ബാക്കിയുള്ളത് അതിൽ കിട്ടുമല്ലോ കേട്ടോ. പായസത്തിലാണെങ്കിലും ബിരിയാണിയിലാണെങ്കിലും. കാരണം അത് നല്ല രസമാണ്. ഇതിങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ അറിയാതെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അതിന് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കും അതിന്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ അണ്ടിമുന്തിരിയൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടോ, സെറ്റായിട്ടോ. ഇനി നമുക്ക് പായസത്തിലേക്ക് ഇതിടാണ്ട്, അണ്ടിമുന്തിരി ഇടാണ്ട്, ബിരിയാണിക്ക് ഇടാണ്ട്. അങ്ങനെ ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കിനും അമ്മ അവിടെ ഏതാണ്ട് 80% വേവ് കഴിഞ്ഞു. ഇനി അത് ഊറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ തിരിഞ്ഞപ്പോഴേക്കിനും മറ്റാൾ ഊറ്റിൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഊറ്റിയൊരു ഇത് ആയിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് നേരെ പതിമൂന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച് കേട്ടോ. അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചത് പെട്ടെന്ന് വേവണ ഒരു ടൈപ്പ് അരിയാണ്. ഒരു നല്ല ടൈപ്പ് അരി തന്നെ വാങ്ങിയത്. ഞങ്ങൾ ആദ്യം ഇതേമാതിരി വാങ്ങിയത് ബുള്ളറ്റ്, ജോക്കർ അങ്ങനത്തെ ഐറ്റംസിന്. പക്ഷേ ഇത് എന്താ വെച്ചാൽ വേറൊരു കമ്പനിയാണ് പറഞ്ഞത്. പക്ഷെ എന്തൊരു പേര് വേണം, നല്ല അരിയാണ്, കുഴപ്പമൊന്നുമില്ല. ഓവർ ഇതോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ടൈപ്പ് അരി, നല്ല നന്നാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നാൽ അതിർത്തുള്ളിന്ന് പറഞ്ഞു. മറ്റുള്ളതൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിവിടെ ആദ്യമൊക്കെ അതേമാതിരി നല്ലൊരു അരി വന്നിരുന്നു. കോട്ടക്കൽ റൈസ് നമ്മൾ കോഴിച്ചിരുന്ന് നല്ലൊരു ടൈപ്പ് അരി വാങ്ങിയിരുന്നു. അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഈ സംഭവം എല്ലാം കൊണ്ട് ബിരിയാണി വെക്കാൻ അറിഞ്ഞാൽ മാത്രമേ അരി നന്നായാലും മോശമായാലും അതിൽ സൂപ്പറാവുള്ളൂ കേട്ടോ.
അതങ്ങനെ തന്നെ. നമ്മളിനി എത്രൻ്റെ അരി വാങ്ങിയാലും ഇത് വെച്ച് റെഡിയാക്കുമ്പോഴല്ലേ ഇതിൻ്റെ ഇത് കറക്റ്റ് അറിയുള്ളൂ. അരി മോശമായാലും ബിരിയാണി നന്നാകണം എത്രയോ ആളുകളുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ചില ഇത് പണ്ടാരിമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം എത്ര നന്നായി ഇതാക്കിയാലും സെറ്റപ്പായിട്ട് ഡൗട്ടോ. അവർ ഗോൾഡ് കോയിനും മറ്റേ ഇതും ജോക്കറും ഇതൊക്കെ തന്നെ എടുക്കൽ. അപ്പം അങ്ങനത്തെ അരി ഇത് കുഴപ്പമില്ലാത്ത അരി, നല്ലൊരു അരി കേട്ടത്. പിന്നെ ഇനിയിപ്പോൾ ദമ്മിടാനുള്ള പരിപാടി കേട്ടോ. ഇപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ചോറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ദമ്മിടാനുള്ള നമ്മളടുപ്പുമ്പോൾ തന്നെ ഇട്ട് ദമ്മിടേണ്ടത്. പിന്നെ വേറെ ഒന്നുമില്ല. കാരണം ഈ അടുപ്പിലുള്ള കുറേ കണൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഈ ദമ്മിടൽ കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ഇനിയും കുറേ പരിപാടികളുണ്ട്. ഇനി ചിക്കൻ പൊരിക്കാനുണ്ട്, അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളടുപ്പത്ത് തന്നെ കണൽ കുറേ ഉണ്ട്. കാരണം ഈ ഒരുപാട് നേരമായാലും ഇതിങ്ങനെ കത്തിൽ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ പൊതുവേ വിറകടുപ്പ് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കൽ കേട്ടോ. ഗ്യാസിൻ്റെ ഉപയോഗം കുറച്ചിട്ടുണ്ട്. കാരണം വിറക് കുറേ അവിടെയും ഇവിടെയും ഉണ്ടേനും. പിന്നെ ഗ്യാസ് ഇപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകണമായതുകൊണ്ട് ഗ്യാസിന് എപ്പോഴും കിട്ടാൻ ഇപ്പോൾ കുറവാണേനും. പഴയമാരില്ല ഗ്യാസ് നമ്മൾ വീട്ടിലാരും ഉണ്ടാവില്ല. ഗ്യാസ് വരുന്ന നേരത്തെ ആരും ഉണ്ടാവില്ല, വാങ്ങാനാരും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുപ്പമ്പടിയൊക്കെ പോയിട്ട് മെയിൻ ഓഫീസിൽ പോയിട്ട് വാങ്ങേണ്ടി വരും. അങ്ങനത്തെ സിസ്റ്റമാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ ഈ കണലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. ഇനി നമുക്ക് അതിന് മുകളിലൊരു വെയിറ്റ് വെക്കണം കേട്ടോ. വെയിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേമാതിരി ഈ നമ്മുടെ പാത്രം ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആവട്ടോ. അപ്പോൾ നമ്മൾ കുറേ മുന്നേ റെഡിയാക്കി വെച്ച് നമ്മുടെ ചിക്കന് പൊരിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ച് നോർമൽ കൂട്ടാൻ കേട്ടോ. നമ്മൾ സാധാ നോർമലായിട്ട് ചിക്കൻ പൊരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടാനാണ്. അതിലപ്പുറം വേറൊരു കൂട്ടമൊന്നുമില്ല കേട്ടോ അതിൽ. അങ്ങനെ അത് നമ്മളിതാ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ 2 അടുപ്പുമ്മലായിട്ടാണ്. ഗ്യാസുമ്മൽ അപ്പുറത്തും വെക്കുന്നുണ്ട്, ഇവിടെ വിറകടുപ്പുമ്മല വിട്ടാൽ വെക്കുന്നുണ്ട്. ഓരോരുത്തർ അപ്പുറത്ത് പിന്നെ ദമ്മിട്ടതായതുകൊണ്ട് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പൊരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതിന് കുറേ ഉണ്ട്, എന്തായാലും അത്യാവശ്യം പൊരിക്കാനുണ്ട്, കുറച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ പരിപാടി വേറെ സെറ്റപ്പാട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കണ്ടങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ചിക്കൻ ഏതാണ്ട് ഒരു തിളയ്ക്കുന്ന പൊരിച്ചുകൊണ്ടിരിക്കുന്നു. 2 അടുപ്പുമ്മലുണ്ട് കേട്ടോ. ദമ്മ് പിന്നെ വെച്ച് തന്നെ അതായിട്ടില്ല, അത് കുറച്ചും കൂടി കഴിയണം. പായസം റെഡി ആയിട്ടോ. പായസത്തേക്ക് ഇതേ പഞ്ചസാര ഏലക്കായും കൂടിയൊക്കെ പൊടിച്ചിട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് അതിലിടയ്ക്ക് ഇത് അമുദം മിൽക്ക് വേണ്ട പാത്രം പൊട്ടിച്ചു. അത് ആദ്യമോ ഇല്ലാത്ത സമയത്തായതുകൊണ്ട് നന്നായിട്ടില്ല, എന്നുണ്ടെങ്കിൽ ആ പാത്രവും വാങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. ഓന് വലിയ ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡ്. കുട്ടികൾക്ക് കൊടുക്കാമ്പോൾ നല്ല നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഓനത് കാണുകയാണെങ്കിൽ എടുത്ത് കൊണ്ടുവരുന്നു കേട്ടോ. അങ്ങനെ പായസം നല്ല കട്ടിയായി തിക്കായി വന്നിട്ടാണ് സംഭവം സെറ്റ് ആയിരുന്നില്ല. പായസം ഒരു 1.5 പായസം, ഒന്നും പറയാനില്ലേനും. സേമി പായസം ആയിരുന്നെങ്കിലും ശരി. പിന്നെ ബാക്കിയുള്ള അണ്ടിയും മുന്തിരിയൊക്കെ കുറേ ഞങ്ങൾ തിന്ന് കഴിച്ചാട്ടോ. പിന്നെ കുറച്ച് പായസത്തേക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് അണ്ടിയും മുന്തിരി കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കഴിച്ച് പോരത്തില്ല. ഓരോ സമയത്ത് വന്ന് കഴിച്ച് ലാസ്റ്റ് അത് ഇത്രയും ബാക്കി ഇടാനേ കിട്ടിയിട്ടുള്ളൂ. അതിക്ക് കൂടുതലായിട്ടൊന്നും ഇടാൻ കിട്ടിയിട്ടില്ല കേട്ടോ. പായസം സെറ്റായി. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണം. പിന്നെ തീയൊക്കെ ഓഫാക്കി. ഞാൻ പറഞ്ഞു ഇനി കട്ടി വേണ്ട, ഇനി വെള്ളം നോക്കേണ്ടത് നോർമൽ കട്ടിയേനുള്ളൂ, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കട്ടിയേനുള്ളൂ. അപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ ഇത് ഏതാണ്ടൊക്കെ പൊരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു ഇടമൊന്നുമില്ല, ഒഴിവ് വന്നിട്ടില്ല. അതിങ്ങനെ ഒന്നരടം പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തും ഗ്യാസുമ്മലും. ഇതിപ്പോൾ ഗ്യാസുമ്മലും വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് മറ്റേ സാധാ അടുപ്പിൽ വിറകടുപ്പിലും വെച്ചിട്ടുണ്ട്. 2 വെച്ചിട്ടുണ്ട്. എന്നാലേ ഇത് ആയി കിട്ടുള്ളൂ എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ 2 കൂടെ ആയിട്ട് ചിക്കൻ പൊരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ അമ്മുവായി തന്നെയാണ്. അടുപ്പ് എപ്പോഴും കത്തിക്കുന്നുണ്ട്, അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസാകുമ്പോൾ പിന്നെ കത്തിച്ചിട്ടാൽ പിന്നെ അതങ്ങനെ നമുക്ക് ഇതാവുമല്ലോ. വിറകാകുമ്പോൾ വിറക് നീക്കിക്കൊണ്ടിരിക്കണമല്ലോ ഒന്നരാടം. അങ്ങനെ ദമ്മും കാര്യങ്ങളൊക്കെ ഇതാ കണലൊക്കെ കെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഫുൾ വരും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം ഒന്ന് ഫ്രീ ആയിട്ട് സെറ്റായിട്ട് ഇരിക്കാൻ കേട്ടോ. ആ ഗ്യാപ്പിൽ അമ്മ പോയി വന്നു. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, അമ്മ അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ നാരങ്ങൻ്റെ വെള്ളം ഉണ്ടാക്കുക കേട്ടോ. ഒരുക്ക് കുടിക്കാനുള്ള നമ്മൾ ഗസ്റ്റ് ഉണ്ടെന്ന്. ഇത് ഗസ്റ്റാണ് നമ്മുടെ ഗസ്റ്റ്, ഏട്ടനാണ്. നാളെ കല്യാണം കഴിഞ്ഞ ഏട്ടനാണ്. ഏട്ടൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പുറത്തുള്ള. പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള 2-3 കുട്ടികളുണ്ടായിരുന്നു. അവിടുത്തെ വലിയച്ഛൻ്റെ മക്കൾ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കൂടുതൽ ആളൊന്നുമില്ല. നമ്മളെ വീട്ടുകാർ ഓരും തന്നെ ഉള്ളുണ്ട്. അത് നമ്മുടെ കാരണന്മാർക്ക് വെച്ച് കൊടുക്കണം. നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയാലും നമ്മളെല്ലായിടത്തും വെച്ച് കൊടുക്കൽ പതിവാണല്ലോ. അങ്ങനെ അത് വെച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ആദ്യമോ വന്നിരുന്നു, ടേബിളോ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് വേണമെന്ന് തന്നെ കണ്ട് ഓൻ ആ പ്ലേറ്റിൽ വന്നിരുന്ന് കണ്ട് ഇതാക്കിയിട്ട്. അപ്പോൾ തന്നെ നമ്മളെ ഗസ്റ്റുകൾ എത്തിയിട്ടോ. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഏട്ടനെ വിരുന്ന് വിളിച്ചതായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടനെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വിളിക്കേണ്ടത് കേട്ടോ. ഇത് ഏട്ടനുണ്ട്, എൻ്റെ വലിയ ഏട്ടൻ്റെ മോനുണ്ട്, പിന്നെ അത് വേറൊരു ഏട്ടൻ്റെ മോനാണ്. പിന്നെ ഇത് പുറത്തിരിക്കേണ്ടത് അനിയനാട്ടോ. അനിയൻ പിന്നെ വല്ലാതെ അങ്ങനെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരാത്തൊരു വ്യക്തിയാണ്. ഓന് പിന്നെ അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ഒരാളൊന്നുമല്ല, കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു കേട്ടോ. നമ്മുടെ ഏട്ടനെ വല്യച്ഛൻ്റെ മോനെ കല്യാണം കഴിഞ്ഞ ആളെ വിരുന്ന് വിളിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കൊച്ചു വീഡിയോ കേട്ടോ, വലിയൊരു വീഡിയോ, ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ആദ്യം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവർ പോക്ക് തുടങ്ങി കേട്ടോ. അങ്ങനെ ആദ്യമോൻ അവിടെ ഹിൽസിൻ്റെ അവിടെ പോയിരുന്നു കണ്ട് പറഞ്ഞു, ഞങ്ങൾ ആരും വിടൂല, ഹിൽസ് നിങ്ങളാരും നിന്ന് പോകണ്ടെന്ന് ഇവിടെ നിന്നാൽ മതി എന്ന് ആദ്യമോൻ അവിടെ